ടെക്സസിലുള്ള ഡോക്ടർ മാണിസ്കരിയയെ നമ്മളിൽ പലർക്കും അറിയാം. അദ്ദേഹം കൃഷിശാസ്ത്രജ്ഞനാണ്. അതുപോലെ തന്നെ വ്യവസായ അടിസ്ഥാനത്തിൽ നാരകം കൃഷി ചെയ്യുന്നയാളാണ്, സിട്രസ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നാരകം ഒരു വ്യവസായ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്താൽ വലിയ നേട്ടങ്ങളുണ്ടാക്കാം. കാരണം ഇന്ത്യയിൽ ആ വ്യവസായം വളരെ കുറവാണ്, ആ കൃഷി വളരെ കുറവാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അദ്ദേഹം ഇന്ന് പറഞ്ഞൊരു കാര്യം വളരെ വളരെ ശ്രദ്ധേയമായി തോന്നി. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ഫ്യൂണറലിന് പോയിരുന്നു. ഫ്യൂണറലിൽ അപ്പൻ, അമ്മ, അതുപോലെ 56 വയസ്സുള്ള അപ്പൻ്റെ പേര് സ്വീറ്റാറാം 56 വയസ്സ്, പിന്നെ ഭാര്യ കമലേഷ് റാണി 46 വയസ്സ്, ഇനി കമലേഷ് റാണിയുടെ അമ്മ മിൻഡർ കൗർ 73 വയസ്സ്. ഇവർ 3 പേരും വെടിയേറ്റ് മരിച്ചു. അത് 3 പേരുടെയും തലയ്ക്കാണ് വെടി കൊണ്ടത്. അപ്പോൾ ആ തലയൊക്കെ, ആ വെടിയേറ്റ ഭാഗം മറച്ചിരിക്കുന്നു. അപ്പോൾ അവരുടെ ഫ്യൂണറലിന് അവരുടെ ആ വെയ്ക്കിന് പോയതാണ്. അപ്പം വളരെ സങ്കടകരവും വളരെ ദുഃഖകരവും ആയിട്ട് അദ്ദേഹം പറയുകയുണ്ടായി ഇങ്ങനൊരു അനുഭവം ഉണ്ടായത്, ഇങ്ങനൊരു കാര്യത്തിന് പോകേണ്ടി വന്നത്. അപ്പോൾ പിന്നെ അവിടെ ഒരു മോട്ടലുടമയും അതുപോലെ തന്നെ ഒരു ഇവൻ്റ് സെൻറ്റർ നടത്തുകയും ചെയ്യുന്ന വ്യവസായിയാണ് സ്വീറ്റാറാം. അപ്പോൾ അദ്ദേഹം ഈ കമ്മ്യൂണിറ്റിയിലെല്ലാം വലിയ പ്രസിദ്ധനാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഇത് ആൾട്ടൺ റിയോ ഗ്രാൻഡെ, അവിടെയാണ് നമ്മുടെ മക്കാലനടുത്ത് ഉള്ള കാര്യമാണ്. അപ്പോൾ വളരെ വർഷങ്ങളായിട്ട് അറിയാവുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇവർ മരിച്ചു കിടക്കുന്നു. അപ്പോൾ ഇതിലേറ്റവും സങ്കടകരമായ കാര്യം, ഈ കൊലപാതകത്തിന് അറസ്റ്റ് ചെയ്തത് ഇവരുടെ 19 വയസ്സുള്ള മകൻ ഗൗരവ് ചോപ്രയെയാണ്. ഗൗരവ് ചോപ്ര അറസ്റ്റ് തോക്ക് ചൂണ്ടി ജ്യേഷ്ഠൻ 21 വയസ്സുള്ള ജ്യേഷ്ഠൻ്റെ നേരെ തോക്ക് ചൂണ്ടിയപ്പോൾ അയാൾ തോക്ക് ചൂണ്ടി വെടിവെച്ചു. പക്ഷേ സംഭവം അയാൾ രക്ഷപ്പെട്ട് പോലീസിനെ വിളിക്കുകയാണ് ചെയ്തത്. പോലീസ് വന്നപ്പോഴത്തേക്ക് ഈ ഗൗരവ് ചോപ്ര കാറുമെടുത്ത് സ്ഥലം വിട്ടു. പിന്നെ അയാളുടെ പുറകെ പോയി ആ കാർ എവിടെയോ ഇടിച്ചു നിന്നു. അയാളെ അറസ്റ്റ് ചെയ്തു. ഇപ്പം കൊലപാതക കുറ്റം ചുമത്തിയിരിക്കുന്നു. ടെക്സസ് ആണ് സ്ഥലം. അപ്പം നമുക്കറിയാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. കഴുത്തിൽ കുരുക്ക് വീഴുമെന്നുള്ളത് മിക്കവാറും ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിൽ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ പിള്ളേരുടെ, ഡോക്ടർ മാണിസ്കരിയ പറഞ്ഞത് തന്നെ, നമ്മുടെ പിള്ളേരുടെയൊക്കെ പടം വന്നു കഴിഞ്ഞാൽ അതൊന്നുകിൽ അവന് സ്പെല്ലിംഗ് ബീയിൽ സമ്മാനം കിട്ടി, അല്ലെങ്കിൽ അതിന് സമ്മാനം കിട്ടി, അല്ലെങ്കിൽ ഒരു കണ്ടുപിടുത്തം നടത്തി, ഇങ്ങനെയുള്ള രീതിയിലാണ് നമ്മുടെ കുട്ടികളുടെയൊക്കെ പടങ്ങൾ വരുന്നത്. പക്ഷേ ഇത് നിർഭാഗ്യവശാൽ ഇവൻ്റെ പടം ഇങ്ങനെ പോലീസുകാരുടെ അകമ്പടിയിൽ കൈവിലങ്ങ് മണിയിച്ച് നിൽക്കുന്ന പടം. അപ്പോൾ ആ പടം കണ്ടപ്പോഴാണ് വളരെ കഴിഞ്ഞ ദിവസം ഈ മലയാളി അത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. വളരെ സങ്കടം തോന്നിയത്. കണ്ടാൽ ഒരു സാധുവായ ഒരു കുട്ടി, വളരെ ഓമനത്തമുള്ളൊരു മുഖം, 19 വയസ്സേ ഉള്ളൂ, ഓമനത്തമുള്ളൊരു മുഖം, ഇവനാണോ ഇത് ചെയ്തത് എന്ന് നമുക്ക് വിശ്വസിക്കാനാവുന്നില്ല. അപ്പോൾ ഇവനെന്തോ മെഡിക്കൽ സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് എന്തോ തലതെറിഞ്ഞു പോയി. അത് മിക്കവാറും ഡ്രഗോ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം അതിന് കാരണം എന്ന് കരുതുന്നു. അപ്പോൾ ഈ കൊലപാതകത്തിനൊരു മോട്ടീവ്, എന്തുകൊണ്ടാണ് ഇത് ചെയ്തതെന്നുള്ളതിന് പോലീസ് അതിനൊരു കാരണം പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എനിക്കെപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ വീട്ടിലൊരു തോക്കുണ്ടായിരുന്നു. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. എന്തിനാണ് വീട്ടിലൊരു തോക്ക്? ഇപ്പോൾ ഇങ്ങനെ ഒരു വ്യവസായി ആകുമ്പോൾ തീർച്ചയായിട്ടും വീട്ടിലൊരു തോക്ക് കാണും. ഇപ്പം നമുക്കറിയാം, നമ്മുടെ എൻ്റെ സുഹൃത്ത് മനോഹർ തോമസ് ഇവിടെ സ്റ്റാറ്റൻ ഐലൻഡിൽ അദ്ദേഹത്തിന് ഈ ലിക്കർ സ്റ്റോർ ഉണ്ടായിരുന്നപ്പം അദ്ദേഹം പറയുന്നത്, അദ്ദേഹം അവിടെ വന്ന് ഓരോരുത്തർ വന്ന് മദ്യം എടുത്തുകൊണ്ടങ്ങ് പോകും, 10 പൈസ കൊടുക്കത്തില്ല. അപ്പോൾ അദ്ദേഹം പോലീസിനൊരു തോക്കിന് അപേക്ഷ കൊടുത്തു. പെട്ടെന്ന് തന്നെ അപേക്ഷ പാസ്സാക്കി, കയ്യോടെ കിട്ടി, ലൈസൻസ് കിട്ടി, തോക്ക് വാങ്ങി. അപ്പോൾ ഈ അരയിൽ തോക്ക് വിട്ടുകൊണ്ട് അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പം ആരും വന്ന് ഇത് എടുത്തുകൊണ്ട് പോവില്ല. അവർ നോക്കുമ്പോൾ കയ്യിൽ തോക്കുണ്ട്, പേടിയാണ്. അപ്പോൾ ഇങ്ങനെ ആളുകളെ പേടിപ്പിക്കാൻ ഈ ബിസിനസ്സുകാർക്കിത് ആവശ്യമുള്ളൊരു അവസ്ഥയുമുണ്ട്. ഇപ്പം നമ്മൾ എല്ലാവരും ലോ എബൈഡിങ്ങൊന്നും അല്ലല്ലോ ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വീട്ടിൽ തോക്ക് വന്നതിൽ അസ്വാഭാവികതയൊന്നുമില്ല. പക്ഷേ ആ തോക്ക് ഇല്ലായിരുന്നുവെങ്കിൽ ഒന്നാലോചിച്ച് നോക്കിയേ, ഈ 3 പേരെ അയക്ക് കൊല്ലാൻ കഴിയുമായിരുന്നോ? അല്ലെ ചേട്ടന് നേരെ വെടിവെക്കാൻ കഴിയുമായിരുന്നോ? ഒരു കത്തി എടുത്തുകൊണ്ട് ചാടിയാൽ കൊല്ലാനായിട്ട് സാധിക്കുമോ? ബുദ്ധിമുട്ടായിരിക്കും. കത്തി എടുത്തുകൊണ്ട് 3 പേരെ കൊല്ലുകയും ജ്യേഷ്ഠനെ കൊല്ലാനായിട്ട് ആക്രമിക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നടക്കുന്ന കാര്യമാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഈ തോക്ക് ഒരു അപകടം പിടിച്ചൊരു സാധനമാണ്. കഴിയുന്നത്ര നമ്മുടെ വീട്ടിൽ അടുപ്പിക്കരുത് ഒരു കാരണവശാലും. ഇപ്പം നാടകത്തിലെ ഒരു ഡിക്റ്റമുണ്ട്. നാടകത്തിൽ പറയുന്നതാണ്, നാടകത്തിൻ്റെ എവിടെയെങ്കിലും ഒരു തോക്ക് വെച്ചിരിക്കുന്നു. അത് നാടകം തുടങ്ങുമ്പം ഒരു തോക്ക് വെച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ആ നാടകം തീരുന്നതിന് മുമ്പ് ആ തോക്ക് ഉപയോഗിച്ചിരിക്കും. അല്ലെങ്കിൽ പിന്നെ അവിടെ ഒരു തോക്ക് വെക്കേണ്ട കാര്യമില്ല എന്നാണ്. എന്ന് പറഞ്ഞ പോലെ വീട്ടിലൊരു തോക്കുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് വട്ടളകി കഴിയുമ്പോൾ മനുഷ്യർ എന്താണ് ചെയ്യുക എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ വട്ടളകുന്നത്
എന്തുകൊണ്ടാണ് നമ്മുടെ വീടുകളിലൊക്കെ വളരുന്ന പിള്ളേർ മര്യാദക്കാരായിട്ടൊക്കെയാണ് നമ്മൾ വളർത്തുന്നത്. പക്ഷേ എപ്പോഴാണ് തറുതെറിച്ച് പോകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. പ്രത്യേകിച്ച് ഡ്രഗും ഒക്കെ വന്നു കഴിയുമ്പോൾ ഇതാണ് സ്ഥിതി. ഇപ്പം നമ്മൾ കേരളത്തിൽ തന്നെ കണ്ടു, പിന്നെ തിരുവനന്തപുരത്ത് എന്താ 5 പേരെ, അവൻ്റെ വീട്ടിലെ 5 പേരെയാണ് അവൻ കൊന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ വരെ, കേരളം പോലുള്ളൊരു സ്ഥലത്ത് പോലും നടക്കുന്നു. നമ്മുടെ ആ ട്രഡീഷണൽ മോറൽസൊക്കെ കീപ്പ് ചെയ്യുന്ന ആ സ്ഥലത്ത് പോലും നടക്കുന്നു. അപ്പോൾ പിന്നെ അമേരിക്കയിലെ കാര്യം പറയേണ്ടതില്ലല്ലോ, ഒറ്റപ്പെട്ട് നടക്കുന്ന. അപ്പോൾ കഴിവുള്ളതും നമ്മൾ ഇപ്പം പല പോലീസ് ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിച്ച സമയത്തും അവർ പറയുന്നത് ഈ തോക്ക് പിന്നെ വാങ്ങരുത്, തോക്ക് പിന്നെ കൊണ്ടു നടക്കരുത്, തോക്കുമായിട്ടൊരു ബന്ധവും പാടില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് ഒരിക്കലും ഉപയോഗിക്കരുത്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജീവിതാവസാനം വരെ നമ്മൾ ഏത് ന്യായമായ ഒരു കാര്യത്തിന് വേണ്ടിയാണെങ്കിലും നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളത് ദുഃഖിക്കുകയുള്ളൂ. തോക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പോലീസുകാർ പോലും അവർ ആരെങ്കിലും വെടിവെച്ച് വന്നാൽ അതൊരു സുഖമുള്ള കാര്യമല്ലല്ലോ. വെടിവെച്ച് വളരെ ന്യായമായിട്ടുള്ള കാര്യമായിരിക്കും. പിന്നെ ഇവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയായിരിക്കും മറ്റവനെ കൊല്ലുന്നത്. എന്നാൽ കൂടി ആ ദുഃഖവും പിന്നെ ആ വിഷമവും അത് ജീവിതാവസാനം വരെ നിലനിൽക്കും. അതാണ് സത്യമായിട്ടുള്ളൊരു കാര്യം. മുമ്പ് ഒരു സംഭവം ഇത് സംബന്ധിച്ച് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നതാണ്, പക്ഷേ അത് യൂട്യൂബിലായിരുന്നു എന്ന് മാത്രം, അധികമാരും കണ്ടില്ല. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഈ സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. ഫ്ലോറിഡയിൽ അത് ഒരു മലയാളി സ്ത്രീയെയും പിന്നെ മലയാളി സ്ത്രീയെ കൊന്നു, അവരുടെ അമ്മായിയമ്മ പിന്നെ മരിച്ചു. അപ്പം വെടിയേറ്റ് പിന്നെ അമ്മായിയമ്മ വെടിവെച്ചു, മരുമകൾ മരിച്ചു. പിന്നെ അതിനുശേഷം അമ്മായിയമ്മ പിന്നെ ജീവനൊടുക്കി. അപ്പോൾ അവിടെയും ഞാൻ ഓർക്കുന്നത് പിന്നെ അയാൾ ഒരു പ്രൊഫസറോ മറ്റോ ആയിരുന്നു. അപ്പോൾ അതിൽ കുറച്ചൊരു ചരിത്രമുണ്ട് എൻ്റെ, പിന്നെ എനിക്ക് അറിയാവുന്ന ഒരു ചരിത്രം. പിന്നെ അത് കുറച്ച് ദീർഘമായതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ അവിടെയും ഒരു തോക്ക്, പിന്നെ അയാൾ ഒരു പ്രൊഫസറാണ്. പിന്നെ മരിച്ച മലയാളി സ്ത്രീയുടെ പിന്നെ ഭർത്താവ് ഒരു പ്രൊഫസറാണ്, ശ്രീലങ്കൻ വംശജരാണ്. അപ്പോൾ ഈ അമ്മായിയമ്മയൊക്കെ വളരെ നല്ല സ്ത്രീയാണെന്നാണ് ഇവരുടെ വീട്ടുകാരെല്ലാം പറയുന്നത്, ഈ സ്ത്രീയുടെ വീട്ടുകാരും. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവിടെയും ഞാൻ ഓർക്കുകയാണ്, ആ വീട്ടിലൊരു തോക്കില്ലായിരുന്നെങ്കിൽ, അവിടെ ഒരു കത്തി മാത്രം എടുത്താണ് അവർ മരുമകളെ കുത്തിയതെങ്കിൽ മരുമകൾ ചാകാൻ സാധ്യതയില്ല, ഇവർ ചാകാൻ സാധ്യതയില്ല. അപ്പോൾ അവിടെയും ഒരു വില്ലൻ തോക്കാണ്, പെട്ടെന്ന് നിഷ്പ്രയാസം ചെയ്യാൻ കഴിയും. ഒരു തവണ കാഞ്ചി വലിച്ചു കഴിഞ്ഞാൽ ആൾ വടിയായി. അപ്പോൾ അത് കഴിഞ്ഞു കഴിഞ്ഞാലോ പിന്നെ നമുക്കത് തിരിച്ചെടുക്കാനോ അല്ലെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യാൻ ഒരു പിന്നെ ഇതിൽ നിന്നൊരു തിരിച്ചുപോക്ക് പിന്നെ പറ്റുകയുമില്ല. അപ്പോൾ ഇങ്ങനെ 10,000-10,000 ആളുകൾ അമേരിക്കയിൽ ഇങ്ങനെ കൊല്ലപ്പെടുന്നു ഈ തോക്കിൻ്റെ അതിപ്രസരം. എന്നാൽ തോക്ക് പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇപ്പം നമ്മുടെ സെക്കൻഡ് അമെൻഡ്മെൻറ്റ് തന്നെ പറഞ്ഞിരിക്കുന്നതാണ് അമേരിക്കയിലെ തോക്ക് പിന്നെ കൈവശം വെക്കാനുള്ള അവകാശം. കാരണം അന്നത്തെ കാലത്ത് അത് ആവശ്യമായിരുന്നു. ശത്രുക്കളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നുമൊക്കെ രക്ഷ നേടാൻ തോക്ക് അത്യാവശ്യമായിരുന്നു. ഇന്നും തോക്കുള്ളതിൽ തെറ്റൊന്നുമില്ല. ഇപ്പം ഈ തോക്കിനെ അനുകൂലിക്കുന്നവർ പറയുന്നതാണ്, പിന്നെ കത്തിയുള്ളത് കൊണ്ട് നമ്മുടെ വീട്ടിൽ കത്തിയും കടാരിയും പിന്നെ കൊടുവാളും ഒക്കെ ഉണ്ട് എന്ന് കരുതി നമ്മളാരെങ്കിലും അത് ഉപയോഗിക്കുന്നുണ്ടോ? അപ്പോൾ അതാണോ കുറ്റക്കാർ? കൊടുവാളോ അല്ലെങ്കിൽ കത്തിയോ കടാരയോ ആണോ കുറ്റക്കാർ? അല്ലല്ലോ, അത് ഉപയോഗിക്കുന്ന ആൾ, അവരാണ് കുറ്റക്കാർ. പക്ഷേ തോക്ക് ഈ വട്ടളയി കഴിഞ്ഞാൽ മനുഷ്യന് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്നു. അത് ഉപയോഗിച്ചാൽ അതിൽ നിന്നൊരു തിരിച്ചുപോക്ക് പറ്റില്ല. അങ്ങനെയുള്ളൊരു കാര്യമാണ്. മറ്റേ കൊടുവാളോ കത്തിയോ ഒക്കെ ആണെങ്കിൽ അത്രയ്ക്ക് അപകടം വരുന്നില്ല. ഇത് പിന്നെ പരിഹരിക്കാനാവാത്ത അപകടത്തിലേക്ക് നമ്മളെ കൊണ്ട് ചാടിക്കും. ഈ തോക്ക് ഇങ്ങനെ വ്യവസായികളും ഒക്കെ കൊണ്ട് നടക്കുന്നതിനെപ്പറ്റി പറയുന്നു. മുമ്പ് ഒരു കേസുണ്ടായത് ഞാൻ ഓർക്കുന്നു. അത് ഏതോ ഒരു സ്റ്റേറ്റിൽ, മിസോറിയിലോ എവിടെയോ, ഒരു കടയിൽ വന്ന ഒരുത്തൻ പിന്നെ ഒരു കേസ് ബിയർ എടുത്തോണ്ടങ്ങ് പോവുകയാണ് കൂളായിട്ട്. എന്ത് ചെയ്യാനൊക്കും? ഉടനെ പിന്നെ ആ കടയിലെ ജോലിക്കാരൻ, ഇന്ത്യക്കാരനാണ്, അവൻ പുറകെ ചെന്നിട്ട് വെടിവെച്ചു. പിന്നെ ബിയർ എടുത്തുകൊണ്ട് പോയാൽ ചത്തു. അപ്പോൾ ആ ഇന്ത്യക്കാരനെതിരെ കേസ് വന്നു. കാരണം ഒരു കേസ് ബിയർ എടുത്തുകൊണ്ട് പോയി എന്നതിൻ്റെ പേരിൽ ഒരാളെ വെടിവെച്ച് കൊല്ലാനുള്ളൊരു അവകാശവും നമുക്കില്ല. ആ ഒരു പിന്നെ ചിന്താഗതി, നമ്മുടെ പ്രോപ്പർട്ടിയാണ്, നമ്മുടെ സ്വത്താണ്, അതിക്രമിച്ച് കയറിയതാണ്, ഒക്കെ ശരി തന്നെ. പക്ഷേ എന്നാലും പോയി ഒരാളെ കൊല്ലുക എന്നുള്ളത് ശരിയായ കാര്യമല്ല. അങ്ങനെ ഇങ്ങനെ ഈ തോക്കും ഒക്കെ ഉപയോഗിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൊല്ലപ്പെടുന്ന ആൾ ചാകുന്നു, ഇനി ഇത് ഉപയോഗിക്കുന്ന ആൾ അയാളുടെ ജീവിതം പോകുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ദോഷം വരുത്തുന്ന ഒരു കാര്യമാണ് ഈ തോക്ക്. ഇതിനെപ്പറ്റി മുമ്പ് ഞാനൊരു ലേഖന പരമ്പര തന്നെ ഇന്ത്യ അബ്രോഡിൽ എഴുതിയുണ്ടായി. അതിന് ഒരു സാജായുടെ പിന്നെ ഒരു അവാർഡും കിട്ടിയുണ്ടായി ഇതിനെപ്പറ്റി ഉള്ള പിന്നെ ഈ തോക്കിൻ്റെ ഗുണങ്ങളെയും ദോഷങ്ങളെയും പറ്റിയുള്ള കാര്യത്തെപ്പറ്റി. നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ അതിൻ്റെ സ്വാധീനമുണ്ട്, നമ്മളൊക്കെ തോക്ക് ഉപയോഗിക്കുന്നവരോ വാങ്ങുന്നവരോ ഒക്കെയാണോ അതിനെപ്പറ്റിയുള്ളൊരു അന്വേഷണ റിപ്പോർട്ടായിരുന്നത്. മെയിൻ സ്ട്രീം പത്രങ്ങളിൽ നിന്നൊക്കെയുള്ള പിന്നെ മത്സരം ഉണ്ടായിട്ടുകൂടി നമുക്കത് കിട്ടിയെന്നുള്ളത് വലിയൊരു അഭിമാനമായിട്ട് എനിക്കന്ന് തോന്നിയിട്ടുമുണ്ട്. എന്തായാലും തോക്കിൻ്റെ കാര്യം കണ്ടപ്പോൾ, ഈ പയ്യൻ്റെ മുഖം കണ്ടപ്പോഴാണ് ഏറ്റവും സങ്കടം തോന്നുന്നത്. ഇത്രയും നല്ലൊരു പയ്യൻ ഇങ്ങനെ ആയിപ്പോയല്ലോ. ഇങ്ങനെ ആ കുടുംബം തകർത്ത് നമ്മൾ മാതാപിതാക്കൾ ഉണ്ടാക്കി വെക്കുന്നു.
അവർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, എന്നിട്ടും മക്കളിങ്ങനെ ആയി പോകുന്നു. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഡ്രഗും കൂട്ടുകെട്ടും, പിന്നെ തലയ്ക്ക് വട്ടിളകുന്നത്. യു നെവർ നോ, ആർക്കെപ്പോഴാണ് ഈ പിന്നെ വട്ടിളകുന്നത് നമുക്കറിയാൻ പറ്റില്ലാത്തൊരവസ്ഥ. പണ്ടൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടില്ല. നമ്മളെല്ലാം പോകുന്ന ഒരു നേർരേഖയിലൂടെയാണ് പോകുന്നത്, അല്ലാതെ മറ്റൊരു രീതിയിലേക്ക് പോകും നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഇന്നിപ്പം കാലമൊക്കെ മാറിപ്പോയിരിക്കുന്നു. ആളുകൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാം. എന്തായാലും നമ്മുടെ വീടുകളിൽ തോക്ക് വേണ്ട. ഇനി ഉണ്ടെങ്കിൽ അത് ഏറ്റവും മറ്റാർക്കും എടുക്കാൻ പറ്റാത്ത രീതിയിൽ മാറ്റിവെക്കുക.